എയിംസ് BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം ജൂൺ 1 തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. ഈ എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സുകൾ വരാറുണ്ട്. എസ്പെഷ്യലി അഡ്മിറ്റ് കാർഡ്, ഡ്രസ് കോഡ്, മറ്റു സംശയങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ക്വയറീസിനും ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡ് ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട്. അതിൽ കുറേ കാൻഡിഡേറ്റ്സ് എല്ലാം അത് ഡൗൺലോഡ് ചെയ്തു. കുറച്ച് കുട്ടികളൂടെ അത് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കൺഫ്യൂഷൻ ഉള്ളവർക്ക് അത് ജസ്റ്റ് ഒന്ന് വേഗം കാണിച്ചു തരാം. അതിനായി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുക. www.aimsexam.ac.in. ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിത് ഫെമിലിയർ ആയിരിക്കും. ഫസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയതിന് ശേഷം അക്കാഡമിക്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകുന്നതായിരിക്കും. ഇതിൽ നേഴ്സിംഗ് ആണ് നേഴ്സിംഗ്, പാരാമെഡിക്കൽ ആണ് പാരാമെഡിക്കൽ, അത് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുന്ന പോലെ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇത് നിങ്ങൾക്ക് ഫൈനൽ രജിസ്ട്രേഷൻ പാർട്ടിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, RUC കോഡ്, പാസ്വേഡ്, ദെൻ എൻ്റർ ക്യാപ്ച ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ജനറൽ ലിങ്ക് എന്ന് പറയുന്ന പാർട്സ് ഉണ്ട്. ഇവിടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. കാരണം ഞാനിത് ലോഗിൻ ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വിസിബിൾ ആയിരിക്കും. ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഓപ്പണായി വരുന്നതായിരിക്കും. അതോടൊപ്പം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇനി അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ അഡ്മിറ്റ് കാർഡിൽ ഫസ്റ്റ് IP അഡ്രസ്സ്, ഡേറ്റ്, ടൈം ഇത് ഉണ്ടോ എന്ന് നോക്കുക. IP അഡ്രസ്സ്, ഡേറ്റ്, ടൈം, ദാറ്റ് മീൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത, ദാറ്റ് മീൻസ് പ്രിൻ്റ് എടുത്ത ഡേറ്റും ടൈമും ഇതിൻ്റെ IP അഡ്രസ്സും ഇതിൽ കാണേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് ഈ അഡ്മിറ്റ് കാർഡ് വാലിഡ് ആയിരിക്കുക. അഡ്മിറ്റ് കാർഡ് എപ്പോഴും നിങ്ങൾ കളർ പ്രിൻ്റിൽ എടുക്കുക. അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു ഫെയ്ഡ് ആകാനൊന്നും പാടില്ല. വളരെ ക്ലിയർ ആയിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ IP നമ്പർ, ഡേറ്റ്, ടൈം എല്ലാം വിസിബിളാണ്. ഇതിന് ശേഷം ഇതിൻ്റെ കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, ജനറലാണോ OBC ആണോ ഇതിവിടെ മെൻഷൻ ചെയ്തതായിരിക്കും. ഡിസബിലിറ്റി ആണ്, ഡിസബിലിറ്റി ക്രൈറ്റീരിയ അവിടെ വരുന്നതാണ്. അതിനുശേഷം ID കാർഡ്, നിങ്ങൾ എന്ത് ID കാർഡാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചാണ് ID കാർഡ്. ഇതിൻ്റെ അകത്ത് ആധാറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ID കാർഡായിട്ട് ആധാർ കാർഡ് തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ID കാർഡ്, അതായത് ആധാർ കാർഡ് തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ഇനി ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ID കാർഡാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് കൊണ്ടുപോകുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആധാർ കാർഡ്, അതായത് ഒറിജിനൽ കോപ്പി ഓഫ് ആധാർ കാർഡ് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ സെയിം ഫോട്ടോ ഉള്ള വേറൊരു ID നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ്. അതിലെ ഫോട്ടോയും ഈ ആധാർ കാർഡിലെ ഫോട്ടോയും തമ്മിൽ യാതൊരു വ്യത്യാസവും വരാൻ പാടില്ല. അത് മാത്രമല്ല ഡേറ്റ് ഓഫ് ബർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് പലപ്പോഴും പല IDയിലും കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസം വരാൻ പാടില്ല. അഡ്മിറ്റ് കാർഡ് കാണുന്ന അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയായിരിക്കണം നിങ്ങൾ കൊണ്ടുപോകുന്ന ID കാർഡും. അത് മെയിനായിട്ടും നിങ്ങളുടെ ഇവിടെ ഈ അഡ്മിറ്റ് കാർഡിൽ കാണുന്ന ആധാർ കാർഡ്, അതായത് ID പ്രൂഫ് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം സെൻറ്ററിൽ ചെല്ലുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ടെൻഷനിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആധാർ കാർഡ് കറക്റ്റായിരിക്കണം. പലരുടെയും ആധാർ കാർഡിൽ പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എക്സാം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. അതിനുശേഷം അഡ്മിറ്റ് കാർഡിൽ റോൾ നമ്പർ, നിങ്ങളുടെ രജിസ്ട്രേഷൻ ID ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അതുകൂടാതെ എക്സാം സെൻറ്റർ ഉണ്ട്. ഈ എക്സാം സെൻറ്റർ പലപ്പോഴും നിങ്ങൾ കൊടുത്ത എക്സാം സെൻറ്റർ അല്ല. കാരണം ഒരുപാട് കാൻഡിഡേറ്റ്സ് അതർവൈസ് സ്റ്റുഡൻസ് വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്ത എക്സാം സെൻറ്റർ അല്ല, എക്സാം സെൻറ്ററിന് വ്യത്യാസമുണ്ട്, അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? ഇതുവരെയുള്ള അറിവനുസരിച്ച് എക്സാം സെൻറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ വളരെ ദൂരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എത്ര ടൈം എടുക്കും. അതനുസരിച്ച് നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടതാണ്. ഒരിക്കലും ഡിലേ ആകാനൊന്നും പാടില്ല. വേറെ സ്റ്റേറ്റ് വല്ലതുമാണ് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾ തലേ ദിവസം തന്നെ എക്സാമിനായിട്ട് അവിടെ പ്രസൻറ്റ് ആവേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ നോക്കുക എപ്പോഴാണ് റിപ്പോർട്ടിംഗ് ടൈം. റിപ്പോർട്ടിംഗ് ടൈം ഉള്ളിൽ തന്നെ നിങ്ങളവിടെ ചെല്ലേണ്ടതാണ്. അതിന് ഒരുപാട് നേരത്തെ ഒന്നും ചെല്ലേണ്ട ആവശ്യമില്ല. ഇവിടെ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് 7 AM ആണ്. എൻട്രി ക്ലോസ് ആയി കഴിഞ്ഞാൽ 8:45 എൻട്രി ക്ലോസ് ആകും. അതിന് ശേഷം ചെന്നാൽ ഒരു കാരണവശാലും നിങ്ങളെ അകത്ത് കയറ്റുന്നതായിരിക്കില്ല. അപ്പോൾ ഈ 7-നും 8:45 ഇടയ്ക്ക് തന്നെ നിങ്ങളവിടെ പ്രസൻറ്റ് ആകേണ്ട
പറയേണ്ടതാണ്. ലേറ്റ് ആകാൻ പാടില്ല. അതോടൊപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വീണ്ടും നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാൻ പേപ്പേഴ്സ് വേണമെങ്കിൽ എക്സാം സെൻറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ അഡ്മിറ്റ് കാർഡും നിങ്ങൾ എക്സ്ട്രാ യൂസ് ചെയ്ത റഫ് പേപ്പറും നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് വരേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കുകയില്ല. അടുത്ത സംശയം, നിങ്ങൾ OBC NCL കാറ്റഗറിയിലുള്ളതാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. OBC NCL സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ അപ്ഡേറ്റഡ് സർട്ടിഫിക്കറ്റ്, അതായത് ഏപ്രിൽ 1 മുതൽ മെയ് 15 വരെയുള്ള അപ്ഡേറ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് എക്സാമിന് ശേഷം 1-2 ദിവസത്തിനുള്ളിലെങ്കിലും നിങ്ങളത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ആ കാറ്റഗറിയിൽ വരുന്നത്. കാരണം വൺസ് എക്സാം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ തന്നെ വിതിൻ 7 ഡേയ്സിൽ തന്നെ റിസൾട്ട് ഡിക്ലെയർ ആകുന്നതായിരിക്കും. അതിന് മുമ്പ് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് അവിടെ എത്തിയില്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിനെ ജനറൽ കാറ്റഗറിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടേണ്ട റിസർവേഷൻ കിട്ടാതെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഈ ഡേറ്റിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റ് മിസ്സായി അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, കാരണം അതിന് വാലിഡിറ്റി ഇല്ല. ഇതാണ് OBC NCL സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ഡൗട്ട്. അടുത്ത സംശയം, അപ്ഡേറ്റ് ചെയ്ത, അതായത് ഫൈനൽ രജിസ്ട്രേഷനിൽ അപ്ഡേറ്റ് ചെയ്ത പല ഇൻഫർമേഷൻസും റോങ് ആണ്, അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാകുമോ? ഫൈനൽ രജിസ്ട്രേഷൻ എൻറ്റർ ചെയ്ത മാർക്കിൽ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻകറക്റ്റ് ഇൻഫർമേഷനാണ് അപ്ഡേറ്റ് ചെയ്തതെങ്കിലും നിങ്ങളുടെ രജിസ്ട്രേഷൻ, അതായത് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആണെങ്കിൽ അതുകൊണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല. സെക്കൻഡ് സ്റ്റേജിൽ ഇൻ്റർവ്യൂ, അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂ, ഓരോ അതർവൈസ് പേഴ്സണൽ അസസ്മെൻറ്റിന് ചെല്ലുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതല്ലാതെ ഫൈനൽ രജിസ്ട്രേഷനോ ബേസിക് രജിസ്ട്രേഷനോ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു പക്ഷേ ഫോം അക്സെപ്റ്റ് ആയെങ്കിൽ ഒരു ഇഷ്യൂസും ഇല്ല. അതിനെ ഓർത്ത് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡ്രസ് കോഡാണ്. ഡ്രസ് കോഡിൻ്റെ അകത്ത് നീറ്റ് എക്സാമിന് പോലെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് ഇവിടെ പറയുന്നില്ല. എങ്കിലും ഇത്രയും വെരിഫിക്കേഷനും ചെക്കിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ഒരു പോണിറ്റൈലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഓപ്പണായിട്ട് ഹെയർ ഇടാതിരിക്കുക, ഹെയറിൽ അക്സസറീസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക, ജസ്റ്റ് ഹെയർ പോണിറ്റൈൽ കെട്ടുന്നതായിരിക്കും നല്ലത്. അടുത്തത് ജ്വല്ലറീസ് ആണ്. കഴിവതും ജ്വല്ലറീസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക, കഴിവതും ഈ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ വാച്ച്, റിസ്റ്റ് ബാൻഡ്, മേ ബി റിലീജിയസ് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൈലിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന റിസ്റ്റ് ബാൻഡുകൾ ഒക്കെ ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അത് അലൗഡ് അല്ല. ഔട്ട്ഫിറ്റ് നിങ്ങൾ സിമ്പിളായിട്ടുള്ള കുർത്തീസൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കുർത്തീസ്, പെൻസിൽ പാൻറ്റ്, പിന്നെ അങ്ങനെ സിഗരറ്റ് പാൻറ്റ്, പലാസോ, ഇങ്ങനെയുള്ള നോർമലായിട്ടുള്ള പൈജാമ ടൈപ്പ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദെൻ ടോപ്പ് ഇടുമ്പോൾ ടോപ്പിന് വലിയ ബട്ടൺസുകളോ ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടോപ്പ് ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല, ഹൈനെക്കും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുർത്തീസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഫാൻസി ആയിട്ടുള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കുക. ചുരിദാറാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ഷോൾ ഇടേണ്ട ആവശ്യമില്ല, ടോപ്പും പാൻറ്റും മാത്രമേ ഉപയോഗിക്കുക. റിലീജിയസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡ്രസ് കോഡൊക്കെ ഉള്ളവർക്ക് അതിന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിക്കേണ്ടതാണ്. ജീൻസ് പെർമിറ്റഡ് അല്ല, നിങ്ങൾ ജീൻസ് ഉപയോഗിക്കാതിരിക്കുക. അതോടൊപ്പം കാർഗോ പാൻറ്റ് പോലെയുള്ള പല പോക്കറ്റ്സ് ഒക്കെയുള്ള പാൻറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. സിമ്പിൾ ഡ്രസ്സിംഗ് ആണ് എപ്പോഴും വേണ്ടത്. ഷൂ ഉപയോഗിക്കാൻ ഫ്ലാറ്റ് ഹീലുള്ളത് എന്ന് പറയുന്നെങ്കിലും നിങ്ങൾ കഴിവതും ഷൂ അവോയ്ഡ് ചെയ്യുക. സാധാരണ ഒരു ചെരുപ്പൊക്കെ ഇട്ട് പോകുന്നതായിരിക്കും, അതായത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ചപ്പലൊക്കെ ഇട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇതാണ് ഡ്രസ് കോഡ് അത്ര സ്ട്രിക്റ്റ് അല്ല. നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞവർക്ക് അറിയാം, അത്രയൊന്നും ഒരു സ്ട്രിക്ട്നെസ് ഇല്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയാൽ അത് വളരെ പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്യും. ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വരും. സ്പെഷ്യലായിട്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എക്സാം സെൻറ്ററിൽ ഏർലി തന്നെ എത്തുക. അന്നേ ദിവസം ട്രാവലിംഗ് അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും കാരണവശാൽ ട്രാഫിക്കൊക്കെ വന്ന് നിങ്ങളുടെ 1-2 മിനിറ്റ് പോയാൽ പോലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുകയില്ല. എക്സാം സെൻറ്ററിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന അഡ്മിറ്റ് കാർഡും
നിങ്ങളുടെ ID പ്രൂഫും, അതായത് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ, വിസിബിൾ ആയിട്ടുള്ള ID പ്രൂഫും ഉപയോഗിക്കുക. അതല്ലാതെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ആവശ്യം ഇല്ല. അതുകൂടാതെ ഒന്നും നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യമുള്ളത് എക്സാം സെൻറ്ററുകാർ തന്നെ തരുന്നതായിരിക്കും. ID പ്രൂഫ് 6 ഉപയോഗിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പറയുന്ന ID പ്രൂഫ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരു ID പ്രൂഫിൻ്റെ കോപ്പിയോ ഫോട്ടോസ്റ്റാറ്റോ ഒന്നും പാടില്ല, ഒറിജിനൽ തന്നെ വേണം. അത് വളരെ മസ്റ്റായിട്ട് ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇനി എയിംസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസിലൊന്നും കാണുക. നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് അയക്കേണ്ട, ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് തരാനില്ല.